ഡൽഹിയിലെ സമരം തീർന്ന പാറ്റകൾ ഇപ്പോൾ പോകുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്കാണ്. പ്രധാനമായിട്ടും കർണാടക, ഹിമാചൽ പ്രദേശ്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക്, AP ഭരിക്കുന്ന പഞ്ചാബിലേക്കും കേരളത്തിലേക്കുമാണ് കോൺഗ്രസ് ഭരിക്കുന്നത്. അപ്പോൾ ഇനി പാറ്റകളുടെ സമരം ഈ പറയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്, ഇല്ലെങ്കിൽ BJP ഇതര സംസ്ഥാനങ്ങളിലേക്കാണ് എന്നാണ് തോന്നുന്നത്. അത് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ? ഈ പറയുന്ന ഇറക്കിയ വിഷം തിരിച്ചടിക്കുക എന്ന് പറയുന്ന രീതിയിലാവുകയല്ലേ കാര്യങ്ങൾ? പ്രിയൻ, ശരിക്കും പറയുകയാണെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടി, എനിക്ക് അങ്ങനെ പറയാനാണ് ഇഷ്ടം. പാർട്ടികൾ എന്ന് പറഞ്ഞ് നമ്മൾ ഇതാക്കേണ്ട ആവശ്യമില്ല. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അഭിജിത്ത് ദീപ്കെ ഇവിടെ വന്ന് ഇറങ്ങിയ അനുബന്ധിച്ച് നമ്മളുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇവിടുന്ന് ഫാമിലി ടൈമിന് വേണ്ടി, അങ്ങനെ പറയാം, ഡീസൻ്റായി സംസാരിക്കാം, ഫാമിലി ടൈമിന് വേണ്ടി പോയതാണ്. പിന്നെ നമ്മൾ കണ്ടു, പഴയതാണെന്ന് പറഞ്ഞു, പുതിയതാണെന്ന്, പക്ഷേ ആർക്കും അറിയില്ലായിരുന്നു അദ്ദേഹം എവിടെയാണെന്ന്. അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഗാർഡ്സ് പോലും ഇല്ലാണ്ട് ഫാമിലി ടൈമിലായിരുന്നു. എന്തായാലും നല്ല ചിത്രങ്ങളൊക്കെ നന്നായിരിക്കട്ടെ, നല്ല കുടുംബ ശ്രീമാനായിട്ടിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അദ്ദേഹം വന്നിറങ്ങിയത് നമ്മുടെ പാർലമെൻറ്റ് മൺസൂൺ സമ്മേളനം തുടങ്ങുന്ന അന്നാണ് വന്നിറങ്ങിയത്. നേരെ പോയി പ്രസിഡൻറ്റിനെ കണ്ടു, കോൺഗ്രസ് പ്രസിഡന്റിനെ കൊണ്ട് സംസാരിച്ചു. അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു, ഇത് എങ്ങനെ പോകുമെന്നറിയില്ല, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം ഏത് ആംഗിളിലേക്ക് പോകുമെന്നറിയില്ല, എന്തൊക്കെയായിരിക്കും അവരുടെ ഡിമാൻഡ് എന്ന് അറിയാത്തത് കൊണ്ടാണ് ഞങ്ങളൊന്ന് ഒതുങ്ങി നിന്നത് എന്ന്. കാരണം അവർക്കറിയാം, ഈ നീറ്റ് ചോദ്യ പരീക്ഷ ചോർച്ച എന്ന് പറഞ്ഞാണ് അത് ഇവർ സമരം ഏറ്റെടുത്തത്. അത് കൊണ്ടുവന്നത് തന്നെ നീറ്റിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെയാണ് കണ്ടുപിടിച്ചത്. ചോർച്ച നടന്നിരിക്കുന്നു എന്ന് കണ്ടുപിടിച്ചതും അവർ തന്നെയാണ്. ഉടനെ തന്നെ അതിന് വേണ്ട നടപടികൾ ആരംഭിക്കുകയും ചെയ്തു, ഇല്ലേ? അപ്പോൾ ശരിക്കും ഇനി നമ്മുടെ കേരളത്തിലെ PSC ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോക്രോച്ച് ജനതാ പാർട്ടി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ മെമ്മോറാണ്ടം പോയിക്കൊണ്ടിരിക്കുക. പഞ്ചാബിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു, ആന്ധ്രയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു, തമിഴ്നാടിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും, യുവാക്കൾക്ക്, ഞങ്ങളുടെ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുരിതപൂർണമായ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം വേണമെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടി ഇടപെടണം എന്ന തോന്നൽ പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യം നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് ഒരു ടെൻഷൻ ഉണ്ടായത്. ദൈവമേ, ഇതും പറഞ്ഞ് തുടങ്ങി, സെൻറ്ററിൽ നിന്ന് പറഞ്ഞ് തുടങ്ങിയാൽ ഞങ്ങൾക്കൊക്കെ അതിൻ്റെ കൂടെ ചേരാം. സതീശൻ എന്താ മിണ്ടാണ്ടിരുന്നത്? ശിവകുമാർ എന്താ മിണ്ടാണ്ടിരുന്നത്? അവിടേക്കുണ്ട് പ്രശ്നങ്ങൾ, അങ്ങോട്ടേക്കും വന്നാലോ? ഇവിടുന്ന് ധാരാളം പേര് അങ്ങോട്ടേക്ക് പോയിരിക്കുന്നു. കോട്ടയത്ത് നിന്ന് DYFയുടെ ഒരു സംഘം പകുതി വഴി പുറപ്പെട്ടിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും തന്നെ കാര്യങ്ങൾ അവിടെ ഒതുങ്ങി. പിന്നെ അവർ ഇറങ്ങി തിരിച്ചു വന്ന കാര്യമൊന്നും നമ്മൾ മീഡിയയിൽ കണ്ടിട്ടില്ല. ഏത് ട്രെയിനിലൊന്നും എന്തായാലും പുറപ്പെട്ടല്ലേ, ഡൽഹി കണ്ടിട്ട് വരാം, ചിലവൊക്കെ പാർട്ടി വഹിക്കുമല്ലോ. വിട്ടാസിന് രോമാഞ്ചം ഉണ്ടായിട്ടോ, ഭയങ്കര രോമാഞ്ചം ഉണ്ടായി. ഇപ്പം PSC പേപ്പർ ചോർന്നത് സതീശൻ്റെ കാലത്തല്ലല്ലോ, മറ്റേവരുടെ കാലത്താണ് ചോർന്നത്. അപ്പോൾ അവർക്ക് ടെൻഷനുണ്ട്, എല്ലാവർക്കും രോമാഞ്ചം വന്നേ. ബ്രിട്ടാസ് കൊണ്ട് ഞാനാണ് ഇതിൻ്റെ പുറകിൽ മുഴുവൻ പ്രവർത്തിച്ചത്, എൻ്റെ SFI സ്റ്റുഡൻസിനെയും മുഴുവൻ ഞാൻ കൊണ്ടിവിടെ അണിനിരത്തി. അങ്ങനെയാണോ? അത് കേട്ട കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അഭിജിത്ത് ദീപ്കയ്ക്ക് സഹിക്കൂല കേട്ടോ. അദ്ദേഹം നേണത്തിന് കിട്ടേണ്ട ഇത് മുഴുവനും ഇവരിപ്പോൾ ചോർത്തിയെടുത്തു, CPMകാർ. ഇപ്പം എന്തെങ്കിലും ആയിക്കോട്ടെ, അവർ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ, ഇവിടുന്ന് കുറേ പേര് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ, കുറേ കുട്ടികൾ. രസമുണ്ട് കേട്ടോ. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഞങ്ങൾ പൊളിറ്റിക്സ് പഠിക്കണം, BA, എന്താ പോളിടെക്നിക്ക് പഠിക്കണു. അപ്പോൾ എന്താണ് പഠിക്കുന്നത് ഒന്നും അറിയാണ്ട് കണ്ടാൽ നമുക്ക് തോന്നുകയില്ല ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടികളാണെന്ന് തോന്നുകയില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ പേര് വന്ന് ഞങ്ങളും വിദ്യാർത്ഥികളാണെന്ന് പറയുന്നു. എന്തായാലും ഇത് ഒരു വളരെ നല്ല കാര്യം തന്നെ. എല്ലാ സംസ്ഥാനങ്ങളിലും കുട്ടികൾക്ക് നീതി ഉറപ്പാക്കുവാൻ വേണ്ടിയിട്ട് കോക്രോച്ച് ജനതാ പാർട്ടി മുന്നോട്ട് വരണം. അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അവരിപ്പോൾ ഇടപെട്ട് ശരിയാക്കി എന്നൊക്കെയാണല്ലോ പറയുന്നത്. അതിന് മുമ്പ് തന്നെ കേന്ദ്ര സർക്കാർ വേണ്ട വിധത്തിൽ എല്ലാ കാര്യങ്ങളും ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ അത് അംഗീകരിക്കാണ്ട്, ഒരാളുടെ രാജി കൊണ്ട് തീരുന്ന പ്രശ്നമാണോ ഇത്? അല്ലേ? സെൻട്രൽ മിനിസ്റ്റർ രാജിവെച്ച് കേരളത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് അദ്ദേഹത്തെ പറയാൻ പറ്റുമോ? പഞ്ചാബിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ പ്രിയൻ, ഇവർ ഒരു കാര്യം പറഞ്ഞ് സമരം തുടങ്ങി. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആൾക്കാർ സമരം തുടങ്ങി. അവർ നമ്മുടെ നദ്ദാജിയുമായിട്ടും ഒക്കെ സംസാരിച്ച് തീരുമാനിച്ച് പത്രസമ്മേളനത്തിൽ വെച്ച് തന്നെ ഞങ്ങൾ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് തിരിച്ച് ജന്തർ മന്ദിറിലേക്ക് വന്നിട്ടും അവിടെ ഇരിക്കുന്ന ആളുകൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. കാരണം മനസ്സിൽ പല ആശയങ്ങളും, അല്ലെങ്കിൽ ഇവരുടെ കെയർ ഓഫിൽ ഞങ്ങൾ ഇതും കൂടെ നേടിയെടുക്കാം എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന ധാരാളം പേരെ നമ്മളവിടെ കണ്ടു, അല്ലേ? അതെനിക്കിപ്പോൾ നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നവർക്ക് ഇത് വളരെ നിരാശയായിപ്പോയി.
കുട്ടികൾ വന്ന കാര്യം അവർ നേടിയെടുത്തു. അവർക്കുള്ള കേസുകളൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. എല്ലാം അതിൻ്റെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യും, ഹാൻഡിൽ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അവർക്ക് വേണ്ട 1 കോടി രൂപയാണ് നഷ്ടപരിഹാരം ചോദിച്ചത്. ചൊവ്വാഴ്ച നാളെ അതിന് വേണ്ട തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ പിരിഞ്ഞു പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല. കാരണം ഇവരുടെ കൺട്രോൾ വിട്ടുപോയി. ഇവരൊരു പാർട്ടിയല്ല. ഇവർ എന്താണ് സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു ആഹ്വാനം അനുസരിച്ച് ആദ്യം കുറച്ച് പേര് ജോയിൻ ചെയ്തു, 1,00,000 പേരൊക്കെ, പിന്നെ അത് 16 ലക്ഷം, അങ്ങനെ വലുതായിട്ട് വന്ന ഒരു പ്രോഗ്രസീവ് ആയിട്ട് വന്ന ഒരു യൂണിറ്റി ആണെന്നേ പറയാൻ പറ്റുള്ളൂ. പാർട്ടി ആയിട്ടില്ല. പാർട്ടി ആക്കണമെന്നും പറഞ്ഞ് ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട്. അങ്ങനെയാണല്ലോ ആം ആദ്മി പാർട്ടിയൊക്കെ വന്നത്. ആദ്യം ഒരു യൂണിറ്റിയായി, പിന്നെ അതൊരു പാർട്ടിയായി, പിന്നെ അതിൽ നടക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ലാണ്ടായി. കുറേ പേർക്ക് അധികാരത്തിന് വേണ്ടിയുള്ള ഒരു ത്വര വന്നു, കുറേ പേർക്ക് പൈസ പിരിക്കാനുള്ള ഒരു ത്വര വന്നു, ജനങ്ങളിൽ നിന്നും വളരെയധികം അകന്നുപോയി. അപ്പം അതുകൊണ്ട് അദ്ദേഹം വന്നിരിക്കുന്നത് വിദേശ രാജ്യത്തു നിന്നാണ് അഭിജിത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് തിരിച്ചങ്ങോട്ട് പോകണം, അദ്ദേഹത്തിൻ്റെ ജീവിതം തുടരണം. അദ്ദേഹം എന്തിനു വേണ്ടി കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു സംഘടന ഉണ്ടാക്കി, അത് ൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതാണ്, സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു. കോൺഗ്രസ് ഉണ്ടായത് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ടാണ്. ഇത് പിരിച്ചുവിടണം എന്നൊരു സംസാരം ആ സമയത്തുണ്ടായിരുന്നു. പാർട്ടി തന്നെ പിരിച്ചുവിടണം. അതുണ്ടാക്കിയത് വിദേശത്തു നിന്ന് വന്ന 2 പേരാണ്. നമുക്ക് ആനി ബസന്റും ഒക്കെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ സാഹചര്യത്തിൽ അവരുടെ അവതാര ലക്ഷ്യം കഴിഞ്ഞു. ഇനി അത് തുറന്നു പോകണമെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെയും മറ്റും പലരും ആവശ്യപ്പെടുന്നത് പോലെ, ആഗ്രഹിക്കുന്നത് പോലെ നീതി വേണമെന്ന് തോന്നുന്ന സംസ്ഥാനങ്ങളിൽ പോയിട്ട് എല്ലാം ഇന്ത്യ മുഴുവൻ കാണാനൊരു അവസരമല്ലേ. ഗോഡ്സ് ഓൺ കൺട്രിയിലേക്ക് വരാം. കർണാടകത്തിൽ പോയി ഹംപി, ഏറ്റവും വലിയ പുരാതനമായ സംസ്കാരം ഉറങ്ങുന്ന ഹംപിയിൽ പോകാം. അങ്ങനെയുള്ള എല്ലാ ഇന്ത്യ മുഴുവനും ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആഹ്വാനം അനുസരിച്ച് എത്തിയിരിക്കുന്ന ആളുകൾക്കൊന്ന് പോയി ഇന്ത്യ കാണാനായിട്ടും, വേണമെങ്കിൽ 1-2 ട്രെയിൻ സർവീസ് തന്നെ ഇടാം. ഒരു ദിവസം കേരളത്തിൽ നിന്ന് തുടങ്ങാം അല്ലേ. കേരളത്തിൽ നിന്ന് തുടങ്ങിയിട്ട് കർണാടക വഴി, ജാർഖണ്ഡ് വഴി, അങ്ങനെ പോയി നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഒരു ഇന്ത്യൻ പര്യടനം എല്ലാ സംസ്ഥാനങ്ങളിലും 2 ദിവസം. അപ്പോൾ അവിടത്തേക്കുള്ള വിദ്യാഭ്യാസ മന്ത്രിമാരുടെ അടുത്ത് കാണുക, സംസാരിക്കുക. അവരുടെ ആവശ്യം, വിദ്യാഭ്യാസ മന്ത്രിയല്ല, PSC ഒക്കെ ഉള്ളപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പല ആവശ്യങ്ങളുള്ള കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ പര്യടനം എന്ത് തോന്നുന്നു? സൂപ്പറല്ലേ? ഈ പറയുന്ന കോക്രോച്ചുകളുടെ മൂവ്മെന്റ് അടുത്ത് ഈ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുകയാണെങ്കിൽ, അതായത് ഒരു ഗതികെട്ട ഭരണം നടക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക്, പ്രധാനമായിട്ടും ഈ പറയുന്ന പഞ്ചാബ്, കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ PSC പോലെ കേരളത്തിലെ PSCയുടെ ഒരു രക്ഷയുമില്ലാത്ത രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊടിയ അലംഭാവം, തൊഴിലില്ലാത്ത അവസ്ഥ, അഥവാ തൊഴിൽ ലഭിക്കുന്നത് തന്നെ അനധികൃതമായിട്ടും പിൻവാതിലൂടെയൊക്കെ. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ ശരിക്കും ഇവിടുത്തെ യുവാക്കൾ അസ്വസ്ഥരാണ്. അവർ വേറെ ഗതിയില്ല. ഒരു നിയമന നിരോധനത്തിലേക്ക് കാര്യങ്ങൾ പറയുന്നത് പോലെ പ്രിയൻ്റെ 2 ജൂനിയേഴ്സ് എങ്ങനെയാണ് PSC വഴി SIമാരായത്? യൂണിവേഴ്സിറ്റി കോളേജിലെ SFI നേതാക്കന്മാരായതുകൊണ്ട് അവരെക്കുറിച്ച് എപ്പോഴും വരുന്നുണ്ട്. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ PSC നിയമനം നോക്കുമ്പോൾ അവർ 2 പേരുടെ പേരാണ് വരുന്നത്. എന്നിട്ടും ഈ പുതിയ ഗവൺമെൻറ്, രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലെ ആഭ്യന്തര വകുപ്പ്, അവർക്കെതിരൊരു ആദ്യം ഒരു അന്വേഷണം പ്രഖ്യാപിക്കാത്തത് എന്താ? അങ്ങനെയല്ലേ തുടങ്ങണ്ടേ? എങ്ങനെയാണ് ഈ SFIയിൽ ഇത്രയധികം കുട്ടികൾ വരുന്നത്? അവർക്കറിയാം എന്ത് ചെയ്താലും ഞങ്ങൾക്ക്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാര്യമാർക്ക്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നല്ല ഗവൺമെൻറ് ജോലി കിട്ടും, പിന്നെ പെൻഷൻ കിട്ടും, എല്ലാം കിട്ടുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് SFIയിലേക്ക് ആൾക്കാർ വരുന്നത്. വളരെ ഒരു ക്ലോസ്ഡ് ഫീലിംഗ് ആണ്. പിന്നെ ഇപ്പോൾ ഇതുമായിട്ട് കണക്റ്റഡ് അല്ല, എന്തെങ്കിലും തരത്തിലുള്ള ലൈംഗിക അധിക്ഷേപങ്ങൾ വരുവാണെങ്കിൽ അവർക്ക് തന്നെ മെഷീനുണ്ട് തീവ്രത അളക്കാനുള്ള. അപ്പോൾ അതിലും കരച്ചിലും പിഴിച്ചിലും കേസ് കൊടുക്കലൊക്കെയാണ്. അതെ, അത് വേറെ കാര്യമല്ല, ഞാൻ പറയാം. അപ്പോൾ അവിടെയും പ്രൊട്ടക്ഷൻ ഉണ്ട്. അവർ തന്നെ ഇൻറ്റേർണൽ മെക്കാനിസം വെച്ചിട്ട് ബാലൻ സാറും ശ്രീമതി ടീച്ചറും കൂടെ തീവ്രത അളന്നോളും. അപ്പോൾ അതും പോലീസ് കേസില്ല. എന്ത് ചെയ്താലും പരിരക്ഷ കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കും SFIയിലേക്ക് കുട്ടികളെയൊക്കെ ആകർഷിക്കാൻ കാരണം. ജോലി ആദ്യം, പിന്നെ എന്തെങ്കിലും കയ്യിൽ നിന്ന് വിട്ടുപോയാൽ പാർട്ടിയുടെ സംരക്ഷണം. അപ്പോൾ ഇതൊന്നുമല്ല നമ്മളുടെ വിഷയം. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അഭിജിത്ത് DK പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വന്നതിൻ്റെ കാര്യം കഴിഞ്ഞു, ഇനി ബാക്കി കാര്യങ്ങൾ ഞങ്ങളുടെ ചെലവിൽ ആരും ഏറ്റുപിടിക്കണ്ട, ഞങ്ങൾ അതിലില്ല, ഞങ്ങൾ ഇവിടുന്ന് സ്ഥലം ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല മനസ്സോടുകൂടെ എത്തിയ, പല ആവശ്യങ്ങൾ വിചാരിച്ചെത്തിയ, തീവ്രമായ ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ള വിചാരിച്ചെത്തിയ ആളുകൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഇവർ പെട്ടെന്ന് ഗവൺമെൻറ് പറയുന്നു, ശരിയെന്ന് പറയുന്നു, നദ്ദാജി വന്ന്, ഏറ്റവും മുതിർന്ന നേതാവാണ് അദ്ദേഹം, വന്ന് സംസാരിക്കുന്നു, കുട്ടികൾ പറയുന്നു ഞങ്ങൾ ഓക്കെ. പക്ഷെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോകാൻ പറ്റുമോ? ഡൽഹി കണ്ടു കഴിഞ്ഞിട്ടില്ല, ജന്തർ മന്ദറിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊന്നും അല്ല കാര്യം.
നമുക്ക് ഒരുമിച്ച് നിൽക്കണം, സോളിഡായിട്ട് നിൽക്കണം. ഇന്ത്യ എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ സ്വന്തം രാജ്യമാണ്. അതിനെ ഛിന്ന ഭിന്നമാക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ശക്തിയോടൊപ്പം ഇന്ത്യക്കാരനാണെന്ന് അഭിമാനിക്കുന്ന ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡറോ ഇന്ത്യൻ ആധാർ കാർഡോ ഉള്ള നമുക്ക് ആർക്കും തന്നെ ഇന്ത്യയെ ഛിന്ന ഭിന്നമാക്കുന്ന ഒരു ശക്തിക്കൊപ്പം നിൽക്കാൻ പറ്റില്ല. ആവശ്യമായ കാര്യമാണെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഉണ്ടാവും. അതിന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ തരത്തിലുള്ള ആക്ഷൻസ് ഇവർ പറയുന്നില്ല പ്രിയൻ. സോഷ്യൽ മീഡിയ പറയുന്ന പകുതിയിലധികം കാര്യങ്ങളും വസ്തുതാപരമല്ല. കൃത്യമായിട്ടും കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു. ആളുകളെ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. പോലീസിൻ്റെ അന്വേഷണം പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് കൊടുക്കാൻ പോകുന്ന മാക്സിമം ശിക്ഷകളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും ഒരു ഓളം എന്ന് പറയില്ലേ മലയാളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരി, പക്ഷേ ഇനി ബാക്കി സംസ്ഥാനങ്ങളിലെ കാര്യങ്ങളും കൂടെ കോക്രോച്ചുകൾ ഏറ്റെടുത്താൽ നന്നായിരിക്കും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.